അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസാണ് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ പ്രോബ്ലംസാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ പ്രഷർ അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ. ഈ മൊഡ്യൂളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ രണ്ടെണ്ണം, ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കാണാൻ. അപ്പോൾ നമുക്കത് രണ്ടിൻ്റെയും ഇക്വേഷൻസ് എഴുതാം. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ വരുന്നത് W × A × H ബാർ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ വരുന്നത് ഇവിടെ P എന്ന് എഴുതേണ്ട കേട്ടോ. ടോട്ടൽ പ്രഷറിനെ സെൻറ്റർ ഓഫ് പ്രഷറിനത് H = IG / A × H ബാർ പ്ലസ് H ബാർ. അപ്പോൾ ഇതാണ് രണ്ടിൻ്റെയും ഇക്വേഷൻസ് വരുന്നത്. ഇക്വേഷൻസ് നമ്മൾ സൈഡിലേക്ക്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ഡാറ്റാസ്. ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ വന്നിരിക്കുന്നത്? ഫസ്റ്റ് എന്താ വന്നിരിക്കുന്നത്? ബേസ് 3 മീറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക? ബേസ് എന്താ? B = 3 മീറ്റർ എന്ന് എഴുതി. നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ഓൾട്ടിറ്റ്യൂഡ് 3 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ H = 3 മീറ്റർ. പിന്നെ നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിനെ S = 0.8. പിന്നെ ടോട്ടൽ പ്രഷർ P ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ H ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടോട്ടൽ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. P = W × A × H ബാർ ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ W ഫസ്റ്റ് കാണാം. ഫസ്റ്റ് W കാണാൻ W കാണാനുള്ള ഇക്വേഷൻ എന്താണ്? W = ρ × G. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. G നമുക്കറിയാം, ആക്സിലറേഷൻ / ഗ്രാവിറ്റി. G എത്രയാണ്? 9.81. അപ്പോൾ റോ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാണ്? ഇവിടെ ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ തന്നിട്ട് ആകാൻ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? സ്പെസിഫിക് ഗ്രാവിറ്റി × 1000 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര റോ കിട്ടും? എത്ര സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത്? 0.8 ആണ്. 0.8 × 1000 ചെയ്യുമ്പോൾ 800 കിട്ടും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുക? നമ്മുടെ റോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റോന് ഇതിൽ കൊടുക്കുന്ന സമയത്ത് എന്താണ്? 800 × 9.81. അപ്പോൾ W കിട്ടി. നെക്സ്റ്റ് എന്താണ്? ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ട്രയാങ്കുലറാണ് തന്നിട്ടുണ്ട്. ട്രയാങ്കുലർ പ്ലേറ്റാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കുലറിൻ്റെ ഏരിയ എന്താണ് വരിക? ½ × BH വരിക. അപ്പോൾ എന്താണ്? ½ × B വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് അതിന്? B 3 ആണ്, H 3 ആണ്. അപ്പോൾ B 3 വെച്ച് കൊടുക്കുന്ന സമയത്ത് എത്ര വരും? ½ × BH വരുമ്പോൾ എത്ര വരും? 3 × 3/2 എത്ര വരും? 4.5 m² വരും. ഇപ്പോൾ ഏരിയ കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? W കിട്ടി, A കിട്ടി, H ബാർ. H ബാർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ X ബാർ, അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. അതാണ് X ബാർ അല്ലെങ്കിൽ H ബാർ എന്ന് പറയുന്നത്. H ബാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രയാങ്കുലർ ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/3 H ആണ്. അപ്പോൾ 1/3 × ഇവിടെ എത്രയാണ്? H ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? H എത്ര തന്നിട്ടുള്ളത്? 3 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക. 1/3 × 3. അപ്പോൾ എത്ര വരും? 3/3 = 1 വരും. അപ്പോൾ നമുക്ക് H ബാറും കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമ്മളെ ഫസ്റ്റ് P കണ്ടുപിടിക്കാം. P കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. P എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുന്നു. പിന്നെ W × A × H ബാറാണ്. അപ്പോൾ W നമുക്ക് എത്ര കിട്ടിയുള്ളത്? 800 × 9.81. അതവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇവിടെ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 98.81 × ഏരിയ എത്ര കിട്ടിയത്? 4.5. അപ്പോൾ ഏരിയ 4.5 × പിന്നെ എത്ര കിട്ടിയത്? H ബാർ. H ബാർ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? P സെൻറ്റർ ഓഫ് പ്രഷർ കിട്ടും. എത്ര കിട്ടുന്നുണ്ടാവും? ഏകദേശം ന്യൂട്ടനാണ് കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മൾ കിലോ ന്യൂട്ടനിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? 35.531 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പ്രഷർ, അതായത് ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നത് ടോട്ടൽ പ്രഷറാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടൽ പ്രഷർ കാണാൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കൊന്നും കൂടെ എഴുതാം. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു?
എച്ച് ഈക്വൽ ടു ഐ ജി ഡിവൈഡഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അതിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഐ ജി ആണ്. ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ഐ ജി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വരുന്നത് ബി എച്ച് ക്യൂബ് ബൈ 36. അപ്പോൾ കണ്ടുപിടിക്കുക. ബിയും എച്ച് എന്താണ് 3 തന്നെയാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബേസ് 3 ആണ്, ഹൈറ്റ് 3 ആണ്. ബി ഇൻറ്റു 33 3 ഇൻറ്റു 3 ക്യൂബ് ഡിവൈഡ് ബൈ 36. അപ്പോൾ നമുക്ക് കിട്ടി ഐ ജി കിട്ടി. പിന്നെ ഏരിയ നമുക്കറിയാം. ഏരിയ നമ്മൾ ലാസ്റ്റ് മുന്നേ കണ്ടുപിടിച്ചു. എത്ര കണ്ടുപിടിച്ച്? എത്രയാണ്? 4.5. പിന്നെ എന്ത് ചെയ്യുന്നു? എച്ച് ബാർ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു 1. എന്ത് ചെയ്യുക? ഇത്രയും കാര്യമാണ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. എച്ച് ഈക്വൽ ടു ഐ ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 3 ക്യൂബ് ബൈ 36 ഡിവൈഡഡ് ബൈ ഇതിനെ ബ്രാക്കറ്റ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4.5 ഇൻറ്റു 1 പ്ലസ് 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മുകളിലത്തത് 2.25 എന്ന് വരും. ഡിവൈഡഡ് ബൈ 4.5 പ്ലസ് 1. അപ്പോൾ എത്ര കിട്ടും? 1.5 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടോട്ടൽ പ്രഷറും അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷറുമാണ് കാണാൻ പറ്റുള്ളത്. അതിൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ.